അധ്യാപകന്റെ ആശയം ഏറ്റെടുത്ത വടക്കേക്കര പഞ്ചായത്ത് മൊബൈൽ ബ്രേക്ക് പദ്ധതിക്ക് തുടക്കം. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പറവൂർ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകനുമായ പ്രമോദ് മാലിയങ്കരയുടെ ആശയം ഏറ്റെടുത്ത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായ പദ്ധതിക്ക് തുടക്കമിട്ടു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനോത്സാഹം വർദ്ധിപ്പിക്കുന്നതിനായി രാത്രി 7 മണി മുതൽ 9 മണി വരെ മൊബൈൽ ബ്രേക്ക് എന്ന പേരിൽ 2 മണിക്കൂർ ഡിജിറ്റൽ ഉപവാസം ആചരിക്കുകയാണ് പദ്ധതി. ഈ സമയം മൊബൈൽ ഫോൺ, ടെലിവിഷൻ, ലാപ്ടോപ്പ് തുടങ്ങിയ എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളും മാറ്റിവെച്ച് വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും പഠനത്തിന് സമയം മാറ്റിവെക്കും. യുദ്ധ സൈറണല്ല, പഠന സൈറനാണ് വടക്കേക്കരയിൽ മുഴങ്ങുന്നത്. പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം സൈറൻ മുഴക്കിക്കൊണ്ട് പ്രമോദ് മാലിയങ്കര നിർവഹിച്ചു. തന്റെ സ്കൂളിൽ കഴിഞ്ഞ വർഷം മുതൽ രക്ഷിതാക്കൾ TV ഓഫ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്ന പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ അനുഭവമാണ് പഞ്ചായത്ത് തലത്തിൽ ഈ ആശയത്തിന് വഴിതെളിച്ചത്. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മെമ്പർമാർ സൈറൻ മുഴങ്ങുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം അറിയിച്ച് പദ്ധതി വിജയകരമാക്കാൻ നേതൃത്വം നൽകും. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ദിവ്യ സുനിൽകുമാർ, TK അശോകൻ, ജോർജ് തച്ചിലകത്ത്, മറ്റ് ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. താൽക്കാലികമായ ഒരു ബ്രേക്ക് ഈ പരീക്ഷാകാലത്ത് നമ്മുടെ മക്കളെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പരീക്ഷാകാലമാണ് SSLCയും +2. ആ ജീവിതത്തെ ചുവടുവെക്കുമ്പോൾ ഉയർന്ന മാർക്കോടുകൂടി ഈ വടക്കേക്കരയിലെ എല്ലാ മക്കളും പാസ്സാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും അടുത്ത വർഷം എല്ലാ കുട്ടികളിലും, നമ്മുടെ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ വടക്കേക്കരയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനമുള്ള ഒരു പഞ്ചായത്ത് എന്ന രീതിയിൽ തന്നെ ആ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വരുംകാല പദ്ധതികളെ ആവിഷ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാകുകയാണ്. ഈ പദ്ധതിയുടെ ആശയം ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രമോദ് മാഷ്, നാഷണൽ അവാർഡ് ജേതാവ് കൂടിയായ മാഷ് തന്നെയാണ് എന്നോട് പങ്കുവെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മുന്നിൽ അനുഭവങ്ങൾ പലതുണ്ടായാലും എങ്ങനെ ഇത് പ്രയോഗിക്കും, ആ പ്രയോഗത്തിനൊരു ബലം തരുന്നതിന് മാഷിന്റെ വാക്കുകളാണ്. വടക്കേക്കര പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി ഈ പരിപാടിയെ ഇന്ന് നേതൃത്വം കൊടുത്തത്. അതിലെല്ലാ വിദ്യാലയങ്ങളെയും, വടക്കേക്കരയിലെ 2 വിദ്യാലയങ്ങളെയും ഞങ്ങൾ പോയി കാണുകയും അവിടുത്തെ അധ്യാപകരുമായി ആശയവിനിമയം നടത്തി. അവിടുത്തെ പാരന്റ്സ് മീറ്റുകൾ 2 വിദ്യാലയത്തിലെയും 10ാം ക്ലാസ്സിലെയും +1ലെയും +2ലെയും പാരന്റ്സിനെ വിളിച്ചു കൂട്ടുകയും അവരുമായി ആശയവിനിമയം നടത്തി, അസംബ്ലി നടത്തി. എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാർ തന്നെ മുൻകൈയെടുത്ത് ADS പൊതുയോഗം നടത്തി. ഈ വാർഡിലെയും ഓരോ വീടിനകത്തെയും കുട്ടികളുടെ എണ്ണം, ഒരു വാർഡിലെ SSLCയും +1, +2 വിദ്യാർത്ഥികളുടെ എണ്ണം എല്ലാം ഞങ്ങൾ എടുത്ത് ഡിജിറ്റൽ ബ്രേക്ക് സംവിധാനം ഏർപ്പെടുത്തുന്നു. 10ാം ക്ലാസ്സിലെയും 11ലെയും 12ലെയും ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, നമുക്കറിയാം, ഈ മാർച്ച് മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും അവർ ആ പരീക്ഷയെ ഗൗരവമായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും 7 മണി മുതൽ 9 മണി വരെ വിദ്യാർത്ഥികൾ അവരവരുടെ മൊബൈലെല്ലാം മാറ്റിവെക്കുന്നു, സോഷ്യൽ മീഡിയ മാറ്റിവെക്കുന്നു. എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പഠനത്തിലേക്ക് വരുവാൻ വടക്കേക്കര പഞ്ചായത്ത് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഈ ഡിജിറ്റൽ ബ്രേക്ക് മൂലം എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ചവിട്ടുപടിയായി മാറട്ടെ എന്ന് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.